ഹലോ, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങാം. അപ്പോൾ അവർണിക പ്രഗ്നൻ്റ് എന്നുള്ള കാര്യം നമ്മുടെ കിഷോറിനോട് ഇന്ന് തുറന്ന് പറയുന്നുണ്ട്. നീ എവിടെ നിന്ന് പോകരുത്, എൻ്റെ ഒപ്പം തന്നെ നിൽക്കണം, ഞാൻ പ്രഗ്നൻ്റ് ആണ്, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ കിഷോറിൻ്റെ ദേഷ്യമൊക്കെ അടങ്ങി അവൻ ഷോക്കായി. എന്നിട്ട് ഇങ്ങനെ ബെഡിലിരിക്കുകയാണ്. അപ്പോഴത്തേക്കും കിഷോറിനൊരു കോൾ വരും. ഞാൻ അവിടെ തന്നെ നിന്നു, ഞാൻ അങ്ങോട്ടേക്ക് വരുവാണെന്ന് പറഞ്ഞിട്ട് കിഷോർ പറയുന്നത് നമുക്ക് കേൾക്കാം. അങ്ങനെ കിഷോർ അവിടെ നിന്ന് പോകും. അപ്പോൾ അവർക്ക് ഇങ്ങനെ സങ്കടത്തോടെ, കിഷോർ നീ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കിഷോർ പറയും, നമുക്ക് നാളെ സംസാരിക്കാം, ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്, നാളെ സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ കിഷോർ അവിടെ നിന്ന് പോവും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ്. ഗീതു ഇങ്ങനെ ബെഡിൽ, അതായത് വരുണിന് എതിരെയുള്ള തെളിവുകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടും എന്താ കണ്ണേട്ടൻ എന്നെ ആശംസിക്കാനത്, നിങ്ങളെ സങ്കടത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബെഡിൽ നിന്ന് ഒരു മുടി ഇങ്ങനെ കിട്ടും. അപ്പോൾ എന്നിട്ട് അവളിങ്ങനെ ഭയങ്കര നീളമുള്ള മുടിയാണല്ലോ, എന്നിട്ട് അവളുടെ മുടിയായിട്ട് ഇങ്ങനെ വെച്ച് നോക്കും, മാച്ച് ചെയ്ത് നോക്കുമ്പം അവളേക്കാൾ നീളമുള്ള മുടിയാണ്, അവളുടെ മുടിയേക്കാൾ നീളമുള്ള മുടിയാണ്. എന്നിട്ട് എൻ്റെ മുടിയല്ലല്ലോ ഇത് പിന്നെ ഒബ്വിയസ്ലി പറയാമല്ലോ, ആ രഞ്ജുവിൻ്റെ അടുത്തേക്ക് തന്നെ സംശയം പോവും. അങ്ങനെ രഞ്ജുവിൻ്റെ മുടിയാണല്ലോ ഇത് എന്ന് പറയും. അങ്ങനെ ഇനി കുറേ ബെഡിൽ ഫുള്ള് തപ്പാൻ തുടങ്ങും അവൾ, വേറെയും മുടി ഉണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ തപ്പി 2-3 മുടി കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് 2 മുടി എൻ്റേതാണ്, ഈ മുടി രഞ്ജുവിൻ്റെയാണ്. അപ്പോൾ അവൾ ബെഡിൽ എന്തായാലും കിടന്നിട്ടുണ്ട്. അവൾ ഈ മുറിയിൽ വരെ വന്നു നല്ല സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗീത തന്നെ ഒരു ഫേക്ക് സീന് അവൾ തന്നെ ക്രിയേറ്റ് ചെയ്യും അവളുടെ മനസ്സിൽ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. അതായത് രഞ്ജു ചായ എടുത്തിട്ട് വരുന്നു, എന്നിട്ട് കണ്ണേട്ടന് കൊടുക്കുന്നു, രഞ്ജു ബെഡിലിരിക്കുന്നു, എന്നിട്ട് നേരെ കിടക്കുന്നു, ഗോവിന്ദേട്ടൻ അത് നോക്കി ചിരിക്കുന്നു. ഇതൊക്കെ അവൾ ഇങ്ങനെ മനസ്സിൽ കാണുകയാണ്. എന്നിട്ട് നേരെ അവൾ മിററിൻ്റെ അടുത്തേക്ക് പോകും. അത് അവളുടെ പ്രതിബിംബത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ കണ്ണാടി അടിച്ച് പൊളിച്ചതല്ലേ, ഇനി അവൾ വരും തോന്നുന്നില്ല, ഞാൻ തന്നെ അടിച്ച് പൊളിച്ചില്ലെന്ന് വിചാരിക്കുമ്പോൾ അവൾ വീണ്ടും പുറത്തേക്ക് വരും. എന്നിട്ടിങ്ങനെ എന്താ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഗീതു പറയും, അത് പിന്നെ രഞ്ജു ആണ് ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ടാണോ നിൻ്റെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് ആ പ്രതിബിംബം ഇമേജ് ഇവളോട് പറയും, നിനക്ക് തുറന്ന് ചോദിച്ചുകൂടെ, കണ്ണേട്ടൻ്റെ ആരാ അവൾ എന്ന് നിനക്ക് തുറന്ന് ചോദിച്ചുകൂടെ, അതിനുള്ള അവകാശം എനിക്കുണ്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്നിട്ട് ഗീതു ഇങ്ങനെ പറയും, ഒരു ലവറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയും. ഓ, നിൻ്റെ കിഷോറിനെ പോലെ എന്നിങ്ങനെ അവളുടെ പ്രതിബിംബം ഇങ്ങനെ പറയും. അവൻ്റെ പേര് പറയണമെന്ന് എപ്പോൾ തന്നെ ഗീതു പറയും, ഗീതുവിന് ദേഷ്യം പിടിക്കുന്നതെന്ന് പറയും. എന്നിട്ട് അവളുടെ പ്രതിബിംബം പറയും, നിനക്കിപ്പോൾ മനസ്സിലായില്ലേ, നീ എന്ന് കിഷോറിൻ്റെ കൂടെ, നിൻ്റെ കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ നോക്കുമ്പം അന്ന് ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഗോവിന്ദേട്ടൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും, ഒരു ഭർത്താവ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറയും. അപ്പോൾ ഗീതു പറയും, അതെ നല്ലോണം വിഷമിച്ചിട്ടുണ്ടാവും എന്ന് പറയും. എന്നിട്ട് പെട്ടെന്ന്, അതിന് കണ്ണേട്ടനോട് എന്നോട് ട്രൂ ലവ് ഒന്നുമില്ലല്ലോ, അന്നും ഇന്നും എന്നെ കാണുന്നത് അങ്ങേർക്ക് വെറുപ്പാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അതൊക്കെ നിൻ്റെ തോന്നലാണ്, കണ്ണേട്ടൻ്റെ അങ്ങനെയൊന്നല്ല, ഇഷ്ടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, അന്ന് ആ കണ്ണേട്ടൻ്റെ കണ്ണിലുണ്ടായത്, അന്നത്തെ ആ ഒരു ഫീലിങ്സ് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഇങ്ങനെ പറയാണ് പ്രതിബിംബം. അപ്പോൾ അവളിങ്ങനെ ഗീതു പറയുന്നുണ്ട്, നീ എൻ്റെ വെറൊരു തോന്നലാണ്, എന്നിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് കഴിയൊന്നുമില്ല, അതുകൊണ്ട് വെറുതെ വാചകം അടിക്കണ്ടെന്ന് ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഗീതു ആ മുടിനാരിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ എന്നിട്ട് പ്രതിബിംബം പിന്നെ രഞ്ജുവിൻ്റെ മുടിയാണെന്ന് തോന്നുന്നു ഇതെന്ന് പറയും, ഇതാ രഞ്ജുവിൻ്റെ മുടിയല്ലേ എന്ന് പറയും. അപ്പോൾ ഗീതുവിനാകെ ഒരു ഷോക്കാവും. എന്നിട്ട് ഇത് ബെഡിൽ നിന്നാണ് കിട്ടിയത്, ഇവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയാം, ബെഡിൽ നിന്നാണ് കിട്ടിയെന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് അറിയണമെങ്കിൽ കണ്ണേട്ടനോട് തന്നെ ചോദിക്കേണ്ടി വരും, നീ തുറന്ന് ചോദിക്കുക, അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രതിബിംബം അവിടെ നിന്ന് പോവും. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് അവിടെ എത്തുകയും ചെയ്യും. ഗോവിന്ദ് എത്തിയപ്പോൾ തന്നെ അവളിങ്ങനെ ഒരു പുച്ഛപ്പം ഇങ്ങനെ കാണിക്കും, എനിക്കെന്താ എന്നെ ഫേസ് ചെയ്യാനൊരു മടിയെന്ന് ഇങ്ങനെ ഗോവിന്ദ് ചോദിക്കും. എന്നിട്ട് ഇത് കണ്ടോ എന്നിങ്ങനെ മുടി കാണിച്ചിട്ട് പറയും. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ എന്താ ഒന്നും ഇത് നിൻ്റെ കയ്യിൽ നിന്ന് പറയും. അപ്പോൾ കണ്ണട വെച്ച് നോക്കും, എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് പറയാമെന്നറിയും. അപ്പോൾ ഇതൊരു മുടിനാരല്ലേ, അപ്പോൾ ഇത് വെറും മുടിനാരല്ല, ഇതൊരു ഒരു പെണ്ണിൻ്റെ മുടിനാരാണെന്ന് പറയും ഗീതു. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ ചിരിച്ചിട്ട് പറയും, നീ ഒരു പെണ്ണല്ലേ എന്ന് പറയും. അപ്പോൾ ഇതെൻ്റെ മുടിയല്ല, രഞ്ജുവിൻ്റെ മുടിയാണല്ലോ എന്നുള്ള രീതിയിൽ ഗീത് സംസാരിക്കും. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, അവളെയാണോ ഞാൻ സംശയിച്ചത്, ഞാൻ വിചാരിച്ച് വേറെ വല്ലവരെ ആയിരിക്കും. അപ്പോൾ ഗീത് പറയും, അപ്പോൾ വേറെ വല്ലവരും ക്യൂ നിൽക്കുന്നുണ്ടോ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗീത് ചോദിക്കും. അപ്പോൾ ഗോവിന്ദ് പറയും, അതല്ല, രഞ്ജു ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാണല്ലോ,
അപ്പോൾ അവൾക്ക് ഇവിടെ വരാനും ഇതുണ്ട്. പിന്നെ എങ്ങനെ അവളിവിടെ റൂമിലെത്തി എന്നുള്ള കാര്യം ഗോവിന്ദ് പറയും. അതായത് കാഞ്ചന എനിക്കുള്ള ചായയിൽ ഉപ്പിട്ട് കൊണ്ടുവന്നു, അപ്പോൾ വൈകുന്നേരം എനിക്കൊരു ചായ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ടെൻഷൻ നിനക്കറിയാലോ ഗീതു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജു ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞത്. അങ്ങനെ അവൾ ഞാനിങ്ങനെ രഞ്ജുവിനെയും കാത്തിങ്ങനെ റൂമിൽ ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വളരെ എന്താ പറയുക പറയാൻ നോക്കും ഗോവിന്ദ്. ആ സീനൊന്ന് വിവരിക്കാൻ നോക്കും. എന്നിട്ട് ഗീതു ആണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പോഴത്തേക്കും രഞ്ജു വന്നു, ഒരു ചായക്കപ്പുമായിട്ട് അവളിങ്ങനെ വന്നു. എന്നിട്ട് ഞാൻ ചായ അവിടെ വെച്ചു, കപ്പ് അവിടെ വെച്ചു. അപ്പോൾ ചൂടാറുന്നതിന് മുന്നേ കുടിക്കാൻ രഞ്ജു പറഞ്ഞു. രഞ്ജു അങ്ങനെ ബെഡിലിരുന്നു. എന്നിട്ട് ഗോവിന്ദ് പറയും, ഞാൻ കാണാത്തൊരു ലോകം അവളെനിക്ക് കാണിച്ചു തന്നു, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറഞ്ഞു. അപ്പോൾ ഗീതു പറഞ്ഞു, മതി, എനിക്കിനി കേൾക്കണ്ടെന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് പറയും, ഇനിയാണ് നീ കേൾക്കേണ്ടത്, അതിനാണ് ഞാൻ ഇത്രയും ബിൽഡപ്പ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഞാനത് എന്താ പറയുക, എൻ്റെ ഫോണിൽ ആ തെളിവുകളെല്ലാം ഉണ്ട് എന്ന് പറയും. നീ പരാജയിച്ചെടുത്ത് അവൾ വിജയിച്ചു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിജയിച്ചു എന്ന് പറയും. അപ്പോൾ ഗീതു പറയും, അപ്പോൾ ഇതായിരുന്നല്ലേ നിങ്ങളെ മനസ്സിൽ, ഇങ്ങനെ ഗീതു ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ തെളിവുകൾ കാണിച്ചു തരാൻ എൻ്റെ ഫോണിലുണ്ട് എന്ന് പറയും. അപ്പോൾ എനിക്കത് കാണണ്ടെന്ന് ഗീതു പറയാണ്. എന്നിട്ട് ഗീതു അങ്ങോട്ടൊക്കെ മാറി പോകുമ്പം ഗോവിന്ദ് പറയും, വരുണ് കമ്പനി ചതിച്ച തെളിവുകളൊന്നും നിനക്ക് കാണണ്ടേന്ന് ചോദിക്കും. അപ്പോൾ ഗീതുവിന് മനസ്സിലാവും അതാണ് കാര്യം എന്ന്. അങ്ങനെ കാണിക്കും. അപ്പോൾ ഗീതുവിന് മനസ്സിലാവും എൻ്റെ ഫോണിൽ നിന്ന് രഞ്ജുവാണ് ആ തെളിവുകൾ എണിച്ച് കണ്ണേട്ടൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത് ആളാവാൻ ശ്രമിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഇങ്ങനെ പറയും, രഞ്ജുവാണ് ഇത് കണ്ടുപിടിച്ചത്, നിന്നെപ്പോലെ വെറുതെ ഇങ്ങനെ പറയൽ മാത്രമല്ല, അവൾ തെളിവ് സഹിതം കാണിച്ചു തന്നിട്ടുണ്ട്, നിന്നെപ്പോലെ തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ വീമ്പളക്കുകയല്ല ചെയ്തത് നിന്നെപ്പോലെ എന്ന് ഗീതുവോട് പറയും. എന്നിട്ടാണെങ്കിൽ അവൾക്ക് ക്രെഡിറ്റ് വേണമെന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ ഗീതു പറയും, അവൾക്കുള്ള ക്രെഡിറ്റ് ഞാൻ കൊടുത്തോളം എന്ന് പറഞ്ഞിട്ട് ഗീതു നീ രഞ്ജുവിൻ്റെ റൂമിലേക്ക് പോകും. എന്നിട്ട് രഞ്ജു ആണെങ്കിൽ അവിടെ ഫോണിൽ കുത്തി കളിക്കുകയാണ്. രഞ്ജുവോട് ഇങ്ങനെ പറയും, എൻ്റെ ഫോണിൽ നിന്ന് വരണേട്ടിനെതിരെയുള്ള തെളിവുകൾ എൻ്റെ ഫോണിൽ നീ എടുത്തിട്ട് ഗോവിന്ദേട്ടന് കണ്ണേട്ടന് കാണിച്ചു കൊടുത്തിട്ട് ആളാവാൻ ശ്രമിച്ചു അല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോവിന്ദ് അവിടെ വരുന്നത് രഞ്ജു കണ്ടു. അപ്പോൾ രഞ്ജു ആകെ മാറി. എന്നിട്ട് പറഞ്ഞു, നീ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച തെളിവുകളാണത്, നിൻ്റെ ഫോണിൽ നിന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഗീതു പറയും, വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട, ഞാൻ അവരുടെ കൂടെ പോകുമ്പം ഫോൺ ചാർജിനിട്ടിട്ടാണ് പോയത്, ആ സമയം നീ എൻ്റെ ഫോണിൽ നിന്ന് ഈ തെളിവുകളൊക്കെ എടുത്തു എന്നിങ്ങനെ പറയും. അപ്പോൾ രഞ്ജു വീണ്ടും പറയും, ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല, ചിലപ്പോൾ ഞാൻ കണ്ടുപിടിച്ച് തന്നെ നീ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ ഇങ്ങനെ വഴക്കടിക്കണ്ടെന്ന് പറയാണ്. എന്നിട്ട് രഞ്ജു പറയുന്നുണ്ട്, നീയും കണ്ടുപിടിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൽ നിൻ്റെ അനിയനും കൂടെ കുടുങ്ങുന്നത് കണ്ടപ്പോൾ നീ വെറുതെ പറയാതെ ഇരുന്നിട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ ഗോവിന്ദും ചോദിക്കുന്നുണ്ട്, തെളിവുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കെന്താ എന്നോട് പറയുന്നതിന്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ കണ്ടിട്ട് വിശ്വസിക്കില്ലല്ലോ എന്ന് ഗീതുവും പറയും. അപ്പോൾ എന്നിട്ട് രഞ്ജു പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചല്ലോ, തെളിവുകൾ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കും, ആര് പറഞ്ഞാലും വിശ്വസിക്കും എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടാളും ഒത്തൊരുമയുടെ അപ്പുറം പരസ്പരം അംഗീകരിച്ച് മനസ്സിലാക്കി പോകണമെന്ന് ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഇവളെ എൻ്റെ ഫോണിൽ നിന്ന് തെളിവുകൾ മോഷ്ടിച്ച് ഇവളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നിട്ട് ഗീതു അങ്ങോട്ടേക്ക് പോകും. രഞ്ജു അങ്ങനെ തന്നെ പറയും. എന്നിട്ട് ഗോവിന്ദ് പറയും, നീ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ രഞ്ജു പറയും, ഞാനാണ് ഉണ്ടാക്കിയത്, ഞാനിവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ ഇങ്ങോട്ട് വന്ന് പ്രകോപിപ്പിച്ചെന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് പറയും, അവളുടെ ഫോണിൽ നിന്ന് നീയല്ലേ തെളിവുകൾ അടിച്ചു മാറ്റിയത്, എനിക്ക് പണ്ടേ അറിയായിരുന്നു അവളാന്ന് കണ്ടുപിടിച്ചത്, അവളുടെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് എനിക്കറിയാമെന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ രഞ്ജു പറയും, പിന്നെ രഞ്ജു ഇങ്ങനെ ചിരിക്കും, പിന്നെ അവളുടെ മുന്നിൽ കൊച്ചാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിത് അവളുടെ മുന്നിൽ നിന്ന് പറയാതിരുന്നതെന്ന് ഗോവിന്ദ് പറയും. രഞ്ജു ഒരു താങ്ക്സും ഒരു പുഞ്ചിരിയും കൊടുക്കും. അപ്പോൾ ഗോവിന്ദ് പറയും, ഇനി ഞാൻ അവളെ എങ്ങനെയാണോ സമാധാനിപ്പിക്കാൻ പോകുന്നതെന്ന് പറയും. അപ്പോൾ ഇച്ചിരി സമാധാനം കുറവുണ്ടായാലും കുഴപ്പമില്ല, ഇനി കുറവുണ്ടായാലും അവളുടെ പുതിയ അമ്മ പാട്ടുപാടി ആശ്വസിപ്പിച്ചോളെന്ന് രഞ്ജു ഇങ്ങനെ പറയും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.